إن الحمد لله أسلم وأسلم على نبينا مصطفى محمد صلى الله عليه وسلم وعلى آله وصحبه أجمعين أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم സൂറ ആൽ ഇംറാൻ 164 വചനത്തിന്റെ വ്യാഖ്യാനം നോക്കുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യവിശ്വാസികൾ മുഅ്മിനീങ്ങൾക്ക് കനിഞ്ഞരുളിയ അങ്ങേയറ്റത്തെ മഹത്തായ അനുഗ്രഹത്തെ കുറിച്ചുള്ള ഒരു ഓർമ്മപ്പെടുത്തലാണ് ഈ ആയത്തിൽ കൂടി. ലഖദ് അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങേയറ്റത്തെ ദാക്ഷിണ്യം കാണിച്ചിട്ടുണ്ട്. അതായത് മഹത്തായ വലിയൊരു അനുഗ്രഹം ചൊരിഞ്ഞിട്ടുണ്ട്. അലൽ മുഅ്മിനീന മുഅ്മിനീങ്ങൾ സത്യവിശ്വാസികളുടെ മേൽ ഇങ്ങനെയാണ് അനുഗ്രഹം ചൊരിഞ്ഞതെന്നാണ് അല്ലാഹു അടുത്ത് പറയുന്നത്. ഇത് ബഅസ ഫീഹിം റസൂലൻ, ഇത് ബഅസ ഫീഹിം അവരിലേക്ക് നിയമിച്ചുകൊണ്ട്, റസൂലൻ ഒരു റസൂലിനെ നിയമിച്ചുകൊണ്ട് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ചാണ് ഈ ഓർമ്മപ്പെടുത്തൽ. അൻഫുസിഹിം അവരിൽ നിന്നും തന്നെ ഒരു റസൂലിനെ അവരിലേക്ക് സത്യവിശ്വാസികളിലേക്ക് നിയമിച്ചുകൊണ്ട് അല്ലാഹു മുഅ്മിനീങ്ങളുടെ മേൽ അതിമഹത്തായ ഒരു അനുഗ്രഹം ചൊരിഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ആയത്ത് ആരംഭിക്കുന്നത്. യത്ലു അലൈഹിം ആയാതിഹി, അവന്റെ വിശുദ്ധ വചനങ്ങൾ അവരുടെ മേൽ, ആ സത്യവിശ്വാസികളുടെ മേൽ അദ്ദേഹം ഓതിക്കേൾപ്പിക്കുന്നു, പാരായണം ചെയ്യുന്നു. വയുസക്കീഹിം, അവരെ ശുദ്ധീകരിക്കുകയും ചെയ്യുന്നു, അല്ലെങ്കിൽ സംസ്കരിക്കുന്നു. വയുഅല്ലിമുഹുൽ കിതാബ്, ആ വേദഗ്രന്ഥം ഖുർആൻ അവർക്ക് പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്യുന്നു. വൽ ഹിക്മ, വിജ്ഞാനവും പഠിപ്പിച്ചു കൊടുക്കുന്നു. വഇൻ കാനൂ മിൻ ഖബ്ൽ, ഇതിനു മുമ്പ് അവരായിരുന്നു ലഫീ ളലാലിൻ മുബീൻ, വ്യക്തമായ വഴികേടിലായിരുന്നു, അന്ധകാരത്തിലായിരുന്നു, സത്യമെന്ത് അസത്യമെന്തെന്നറിയാത്ത ആ ഡാർക്ക് ഏജ് എന്ന് വിളിക്കപ്പെടുന്ന അന്ധകാരത്തിലായിരുന്നു അവർ. അതിൽ നിന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ അപാരമായ അനുഗ്രഹത്താൽ അവരിൽ നിന്നും തന്നെ ഒരു റസൂലിനെ നിയമിച്ചുകൊണ്ട് അവർക്ക് വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചു കൊടുത്തുകൊണ്ട് അവരെ ശുദ്ധീകരിക്കുകയും അവരെ സംസ്കരിക്കുകയും ചെയ്തു എന്നാണ് ഈ ആയത്തിൽ കൂടി അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. ആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.